ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുമി ആൻഡ് കേരള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് G-Track ബീറ്ററിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കൊറിയർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് ബീറ്റർ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ വേറൊരു ബോക്സിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഒരു ബോക്സിലും കൂടെ ആക്കിയിട്ടുണ്ട്. ബീറ്ററിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ബോക്സിൽ ഉള്ളതെല്ലാം നമുക്ക് ആദ്യം എടുക്കാം, എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ മാനുവലുണ്ട്. പിന്നെ ബീറ്റർ. ഇത്രയും സാധനങ്ങളാണ് ആ ബോക്സിൽ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഈ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് റോഡ്സാണ് ആ കവറിനകത്തുള്ളത്. ഇത് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന തരം റോഡ്സാണ്. മുട്ടയും പാലൊക്കെ നമുക്ക് ബീറ്റ് ചെയ്യാം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ആട്ടയൊക്കെ കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തരം റോഡ്സാണ് ഇത്. ഇനി നമുക്ക് ബീറ്ററുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്ററിനെ കുറിച്ച് അറിയാം. ഇനി നമുക്ക് ഈ കവറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് G-Trackൻ്റെ ബീറ്റർ. ഇത് 300 വാട്ടിൻ്റെയാണ്. ഇത് 150 വാട്ടിൻ്റെയൊക്കെ ആമസോണിലുണ്ട്. 150, 200 അതിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ അത് പെട്ടെന്ന് ചൂടാവും നമ്മൾ ബീറ്റ് ചെയ്യുമ്പം. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആമസോണിൽ റിവ്യൂ നോക്കിയപ്പോൾ ആരും തന്നെ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പുറമേ നിന്ന് തന്നെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ കാണുന്നതാണ് റോഡ് ഇജക്റ്റ് ചെയ്യുന്ന ബട്ടൺ. ഇതിൽ ഇജക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റോഡ് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഇത് 5 ലെവൽ വരെ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെർബോ ബട്ടൺ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ പവർ കേബിളിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ 2 ഹോള് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് റോഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിനകത്ത് റോഡ് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ഹോളിൽ വേണം റോഡ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ 2 ഇത് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ അതിനുള്ളിൽ കയറണം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കയറ്റിയിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. കയറ്റിയിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കും. ഈ രീതിയിലാണ് റോഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ റോഡ് ഇജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇജക്റ്റ് ബട്ടണിൽ നന്നായിട്ട് പ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് റോഡ് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബീറ്റർ വെച്ച് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ലെവൽ 1ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ലെവലൊന്ന് കൂട്ടി കൊടുത്തു. നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇച്ചിരി കുഴിവുള്ള പാത്രത്തിൽ വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇച്ചിരി കുഴിവുള്ള പാത്രത്തിലെടുത്താൽ അങ്ങനത്തെ പ്രശ്നമില്ല. ബീറ്ററിൻ്റെ ലെവൽ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ലെവൽ 5ലോട്ടാക്കിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ബീറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വരുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ടെർബോ ബട്ടനെ കുറിച്ച് പറയാം. നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം അത് ഫുൾ സ്പീഡിൽ കറങ്ങും, ബട്ടണിൽ നിന്ന് റിലീസ് ചെയ്യുമ്പം അത് നിൽക്കും. നമ്മൾ G-Track ബീറ്ററിൻ്റെ അൺബോക്സിങ് കണ്ടു. നല്ലൊരു ബീറ്ററാണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.